അപ്പോൾ ബാജിയുടെ കൂടെ പൂരിയും ബാജിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മാവ് എടുത്തിട്ടുണ്ട്. ചേച്ചിയാണ് കുഴയ്ക്കുന്നത്. ഞാൻ ആദ്യം 1/2 ഗ്ലാസ് റവ ഇട്ടു. 1/2 ഗ്ലാസ് റവയ്ക്കകത്തേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു. ആ റവയൊന്ന് കുതിരട്ടെ കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എളുപ്പപ്പണി നോക്കുന്നത് കേട്ടോ. ഈ റവ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കും, തളുകളാന്നായി പോകത്തില്ല. മൈദയുടെ കൂടെ ഇത് ഞാൻ 3 ഗ്ലാസ് മൈദ എടുത്തു. അതിനകത്ത് 1 ഗ്ലാസ് പിന്നെ വീറ്റ് ഫ്ലോർ ചേർത്തു. അതെന്താ സാധനം? ഗോതമ്പ് പൊടി. ഓക്കെ, ഗോതമ്പ് പൊടി ചേർത്തു. ഇനി ഇതിനെ നന്നായിട്ടങ്ങ് കുഴച്ച് ഒരു അരമണിക്കൂറൊന്ന് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. കുഴച്ചു മറിച്ച് അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. വള പൂരിയാവണ്ട. വളയിട്ട കൈകൾ കൊണ്ടൊരു പൂരി. ക്യാപ്ഷൻ ഇടാം നമുക്ക്. ക്യാപ്ഷൻ ഇടാം. വളയിട്ട കൈകളിലെ പൂരി. എന്താ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി കുഴച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല തണുപ്പുകൊണ്ട് സെറ്റായിരിക്കും. അല്ല, വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് ഉറങ്ങിയിരിക്കുകയാണ്, എണീച്ചിട്ടില്ല. അപ്പം നമ്മളെ പൂരി മാവ് ഉരുട്ടി കുഴച്ച് ഒരു 10 മിനിറ്റ് നേരം കുഴച്ചെടുത്തതാണിത്. ഈ പരുവാക്കിയെടുത്ത് ചേച്ചി. ഇങ്ങനെ ആവണം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം, അരമണിക്കൂർ നേരം വെക്കണം. എന്നിട്ട് നമുക്ക് പൂരിയാക്കാം. പിന്നെന്താ? അപ്പോൾ നമ്മുടെ പൂരിയുടെ എല്ലാം ഇതാ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുട്ടിക്കൊണ്ടിരിക്കുവാണ് ചേച്ചി. ഇനി ഇത് പരത്തുന്നത് കാണിക്കാം കേട്ടോ. നിങ്ങളെ പരത്തി എണ്ണയിലിടുന്നത് കാണിക്കാം. അപ്പം നമ്മുടെ പൂരി പരത്താൻ പോവുകയാണ്. ഇതാണ് കോല്, ഇതാണ് പരത്തുന്ന സാധനം. അപ്പം ചേച്ചി പരത്താൻ പോവുകയാണ്. പരത്തിക്കോളൂ. സീറ്റ് വേണം അല്ലേ, സ്ഥലം മാറിക്കൊടുക്കാൻ. അപ്പം പൂരി പരത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആർക്കും അറിയത്തില്ലെങ്കിൽ എല്ലാവരും കണ്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് കാണിക്കുവാണ്. കണ്ടോ, ഇങ്ങനെയാണ് പൂരി പരത്തുന്നത്. പൊടി ഇല്ലാതെയാണ് പരത്തുന്നത്. ഇച്ചിരി പൊടി ഇടും. എന്നാന്നോ, എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ പൊടി കരിഞ്ഞിരിക്കും. അപ്പോൾ പൂരിക്ക് കളർ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പരത്തിയാൽ പൂരിക്ക് നല്ല കളറായിരിക്കും, അധികം പൊടിയില്ലാതെ. പുതിയൊരു ടിപ്പ് പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? ട്രിപ്പല്ല, ടിപ്പ്. അറിയാത്തവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നതാ. ചില ആൾക്കാർ പൂരിയൊക്കെ ആക്കിയാൽ ഇങ്ങനെ പൊടി പിടിച്ച് കരിഞ്ഞൊക്കെ ഇരിക്കും. അത് ഇങ്ങനെ ഇതാ കണ്ടോ, ഇതാണ് പൂരി. ഇത് ഇനി ഞങ്ങൾ എണ്ണയിലിടുന്നത് കാണിക്കാവേ. എല്ലാം പരത്തി എടുത്ത് വരാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൂരി ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് പൂരി ഇടുന്നത്. ഉണ്ടോ, പൂരിയൊക്കെ നല്ല പൊങ്ങി വന്ന് ഉണ്ടോ. ഇങ്ങനെ എല്ലാവരും പൂരി ഒന്ന് ഉണ്ടാക്കണേ. അപ്പം ഇതുപോലെ ഇരിക്കും. വാട്ടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഇനി നമ്മൾ പൂരി മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ ഒരെണ്ണം കാണിച്ചാൽ പോരെ? കണ്ട, ഇനി കണ്ടില്ല എന്ന് പറയരുത്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇതാ ഏകദേശം ചുട്ട് തീരാനായിരിക്കുന്നു. ലാസ്റ്റ് പൂരിയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ പൂരി ഒന്ന് ഉണ്ടാക്കി നോക്കണം.
അപ്പം നമ്മളെ പൂരിയൊക്കെ റെഡിയായി. ദേ നമ്മളെ പൂരി എല്ലാം റെഡി ആയിരിക്കുന്നു കണ്ടോ. അപ്പം നമ്മളെ പൂരി എല്ലാം റെഡിയായി. ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.